അപ്പൊ കഥ എവിടെ എത്തിയെന്ന് ഓർമ്മയുണ്ടോ? കൊട്ടാരക്കരയിൽ നിന്ന് നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. അപ്പൊ തിരുവനന്തപുരത്ത് എത്തി നമ്മളൊരു റൂമൊക്കെ എടുത്തു. അപ്പൊ ലാസ്റ്റ് നമ്മൾ ഒരു ചായ കുടിക്കുന്ന സീൻ ഉണ്ടല്ലോ, അതിലെന്റെ മുഖം കണ്ടാൽ അറിയാം ഇങ്ങനെ വീർത്ത് തലവേദന എടുത്ത് തല പൊട്ടിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ആരോടും മിണ്ടാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് എത്തി. ലേറ്റ് നൈറ്റ് ആയി. അപ്പൊ ഞങ്ങള് എന്തെങ്കിലും ഒരു തണുത്ത സർബത്ത് കുടിക്കണം, അല്ലെങ്കിൽ അങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഒരു സ്ഥലത്ത് വന്നിട്ട് നമ്മൾ ജ്യൂസൊക്കെ കുടിച്ചു. ശംഭുവിനെക്കാട്ടിലും വലിയൊരു ഗ്ലാസ് ആയിരുന്നു ഓരോ ഗ്ലാസ്സും. നമ്മളെല്ലാവരും കുടിച്ചു. അതിനുശേഷം നമ്മൾ ഫ്രഷ് ആയിട്ട് തട്ടുദോശ മേടിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാകും, അല്ലെങ്കിൽ എത്ര പേര് ഞാൻ പറയുന്നത് പോലെ എടുക്കും എന്നറിയില്ല. എന്നാലും ഞാൻ പറയട്ടെ, ഞാൻ ജനിച്ചപ്പം തൊട്ട് ഏകദേശം നഴ്സിങ്ങിന് പഠിക്കാൻ പോകുന്നിടം വരെ കേരളത്തിൽ മാത്രം ജീവിച്ചൊരു വ്യക്തിയാണ്. അപ്പം ഏകദേശം ഒരു 17-18 വയസ്സ് വരെ ഞാൻ കേരളത്തിൽ ജീവിച്ച ഒരാളാണ്. എന്നിട്ടും എനിക്ക് ഈ തട്ടുദോശയൊന്നും പോയി കഴിച്ച് യാതൊരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരാളാണ്. കാരണം ഞാൻ എൻ്റെ വീട്ടിൽ ഒരൊറ്റ മകളാണ്. എൻ്റെ ബ്രദേഴ്സോ അല്ലെങ്കിൽ ആരും ഇല്ല വീട്ടിൽ. അച്ഛൻ പുറത്തായിരുന്നു. ഞാൻ വളർന്നിരുന്ന കാലത്തില്ല എൻ്റെ അച്ഛൻ ഗൾഫിലായിരുന്നു. അപ്പം എനിക്കൊന്ന് പുറത്തു പോകാനോ എൻ്റെ വീട്ടിലെ അടുത്തുള്ള സ്ഥലങ്ങൾ പോലും ഞാൻ കണ്ടിട്ടില്ല. സത്യത്തിൽ വീട്ടിൽ എൻ്റെ ചിറ്റപ്പൻ പറയുന്ന പോലെ കൂട്ടിലടച്ചിട്ടൊരു കിളിയെ പോലെ വളർന്ന ഒരാളാണ് ഞാൻ. എന്നാൽ അത്യാവശ്യം വീട്ടിലൊരു ആൺകുട്ടി ചെയ്യേണ്ട എല്ലാ പണികളും ഞാൻ ചെയ്യാറുണ്ട്. റേഷൻ കടയിൽ പോകാനും, അല്ലെങ്കിൽ സപ്ലൈകോയിൽ പോകാനും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഈ അൽക്കുലത്ത് പണികളൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യാറ്. പക്ഷെ വീട്ടിന് പുറത്തേക്ക് കൊണ്ടുപോകാനോ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകാനോ, നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മേടിച്ച് തരാനോ അങ്ങനെയൊന്നും ആരും ഉണ്ടായിട്ടില്ല കേട്ടോ. വെല്ലിച്ചൻ ഉണ്ടായിരുന്നു. വെല്ലിച്ചൻ വൈകുന്നേരം വരുമ്പോൾ, അച്ഛൻ്റെ അച്ഛൻ വരുമ്പോൾ എന്തെങ്കിലും ഒരു ചായക്കടി മേടിച്ചിട്ട് വരും. നമ്മൾ അതിരുന്ന് കഴിക്കും. അപ്പം ഇങ്ങനെ എല്ലാവരും ഈ തട്ടുദോശ നൊസ്റ്റു പറയുമ്പം ഞാൻ അങ്ങനെ കഴിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. പക്ഷെ എൻ്റെ അമ്മ അടിപൊളി ഒരു കുക്കാണ്. അപ്പോൾ എനിക്കിഷ്ടമുള്ള എല്ലാം എൻ്റെ അമ്മ ഉണ്ടാക്കി തന്നിട്ടുമുണ്ട്. പക്ഷേ ഈ വൈകുന്നേരം വഴിയോരത്ത് പോയി നിന്ന് കഴിക്കുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ദൈവം അനുഗ്രഹിച്ച് ഞാൻ ബ്രജിനെ കല്യാണം കഴിച്ചതിന് ശേഷം എനിക്ക് എന്തൊക്കെ മിസ്സായോ അതെല്ലാം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ സത്യം. അപ്പം ഞാനിതൊക്കെ ഇവിടെ നിന്ന് പറയുമായിരുന്നു രാത്രിയിലെ റൂമിൽ കേട്ടോ. അത് കഴിഞ്ഞ് രാവിലെ എണീറ്റ് നമ്മൾ കുളിച്ചിട്ട് ഫസ്റ്റ് പോകുന്നത് ആറ്റുകാൽ അമ്പലത്തിലേക്കാണ്. കാരണം ഈ പറഞ്ഞതുപോലെ തന്നെ ഞാൻ നഴ്സിങ്ങിന് പോയതിന് ശേഷം എൻ്റെ അമ്മ ആറ്റുകാലിൽ പൊങ്കാല ഇടാനും ഒക്കെ വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ വീടിനടുത്തുള്ള പല സ്ഥലങ്ങളിലും പോയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് ഭയങ്കര വിഷമം. പല കാര്യങ്ങളിലും അത് ഉണ്ട് കേട്ടോ. അതിനി ഒരിക്കലും മാറുമൊന്നുമില്ല. കാരണം പോകേണ്ട സമയത്ത് നമ്മൾ എവിടെയും പോയിട്ടില്ലല്ലോ. അപ്പം ചെങ്ങന്നൂർ കിടക്കുന്ന ഞാൻ ആറ്റുകാലിൽ ഇതുവരെ പോയിട്ടില്ല. പക്ഷെ കണ്ണൂർ കിടക്കുന്ന എൻ്റെ വീട്ടിലുള്ളവരൊക്കെ പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പം അങ്ങനെ കുറേ നാൾ ആശിച്ച് മോഹിച്ച് നമ്മൾ ആറ്റുകാൽ അമ്പലത്തിലെത്തി. അവിടെ നിന്ന് എത്തിയപ്പോഴത്തേക്ക് ദേവീനെ നന്നായിട്ട്, ഒരു തിരക്കും ഇല്ല, നന്നായിട്ട് സമാധാനപരമായിട്ട് നിന്ന് തൊഴുത് അവിടെയുള്ള അടുത്തുള്ള കടകളിലൊക്കെ കയറി നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം മേടിച്ച് അമ്മേനെ ചുറ്റിരുന്ന പട്ടും കുങ്കുമവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ നമുക്ക് സമാധാനപരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി കേട്ടോ. ആ ഒരു ദിവസം എന്നാണെന്നറിയാവോ? മെയ് 4, അതായത് നമ്മുടെ ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്ന ദിവസമായിരുന്നു. എല്ലാവരും പറഞ്ഞു ആ ദിവസം അങ്ങോട്ട് പോവണ്ട, ഭയങ്കര തിരക്കായിരിക്കും, ഭയങ്കര റഷായിരിക്കും, റോഡിലൊക്കെ ബ്ലോക്ക് ആയിരിക്കുന്നേ. നിങ്ങളൊന്ന് നോക്കൂ എത്ര പീസ്ഫുള്ളായിട്ടാണ് ഞാൻ അവിടെ തൊഴുത് സമാധാനപരമായിട്ട് വരുന്നതെന്ന്. കാരണം അത്രയും നല്ലൊരു ദിവസമായിരുന്നു എനിക്കത്. അപ്പോൾ ആറ്റുകാൽ അമ്പലത്തിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങിയിട്ട് പോകുന്നത് പഴവങ്ങാടി ഗണപതിനെ കാണാനാണ് കേട്ടോ. അപ്പം ആദ്യം എനിക്ക് തോന്നുന്നു പഴവങ്ങാടിയിലാണ് പോകേണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ എങ്ങനെയാണോ നമുക്ക് പറ്റിയിരുന്നത്, കാരണം ഇനി പോകേണ്ടത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ്. അപ്പോൾ അവിടുത്തെ ടൈമും കൂടെ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയെല്ലാം ചെയ്തത്. അവിടെ നമുക്ക് ദർശനത്തിനുള്ള സമയങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലെത്തിയപ്പം ഒരമ്മയല്ല കുറേ പേര് അവിടെ ഇങ്ങനെ മലര് പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട് മീനിന് കൊടുക്കാനായിട്ട്. അപ്പം നമ്മൾ പൈസ കൊടുക്കുമ്പോൾ അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നനച്ച് തരും. അപ്പോൾ മീനിന് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. റോഡ് ക്രോസ് ചെയ്ത് ശമ്പൂട്ടനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല മണമുണ്ടെന്നൊക്കെ അവൻ പറയുന്നുണ്ട് കേട്ടോ മലരിന്. അപ്പോൾ അങ്ങനെ അവിടെ കുറേ മീൻ കുളത്തിലുണ്ട്. അപ്പോൾ ആ കുളത്തിൽ വീഴുന്നത് മീനിനും കിട്ടുന്നുണ്ട്, കുളത്തിൻ്റെ പടവുകളിൽ വീഴുന്നത് പ്രാവിനും കിട്ടുന്നുണ്ട് എന്നുള്ള രീതിയിൽ എല്ലാവർക്കും കൊടുത്തു കേട്ടോ. അപ്പോൾ പ്രജയും കൊടുക്കുന്നുണ്ട്, ഞാനും കൊടുത്തു, ശമ്പൂട്ടനും കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അവനല്ലേ കുറച്ചും കൂടി ഇഷ്ടം. നമുക്കിനി അമ്പലത്തിനകത്ത് കയറാൻ കുറച്ചും കൂടി സമയമുണ്ട്. നമ്മൾ രാവിലെ ഒരു 8 മണി 8:30 ആ ഒരു സ്ലോട്ടിലാണ് കയറാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതേപോലെ ഞാനും ശമ്പൂട്ടനും ഇങ്ങനെ വേഗം കൊടുത്തില്ലെങ്കിൽ അത് വെള്ളത്തിൽ കിടന്നിങ്ങനെ അലിഞ്ഞു പോകും. അതാണ് കാര്യം. അപ്പം ഞാനിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ചിലപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങളിൽ ടെൻഷൻ അടിക്കുകയില്ല, സിമ്പിളായിട്ട് വിടുന്ന ഒരാളാണ്. പക്ഷെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ എനിക്ക് ഭയങ്കരമായിട്ട് ചിലപ്പോൾ ടെൻഷൻ കൂടി എൻ്റെ BP ഒക്കെ ലോ ആയി പോവാറുണ്ട്. അങ്ങനെ
അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ ഈ ഒരു കുഞ്ഞു ടെൻഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 3 പേരും ഇങ്ങനെ മലരിട്ട് കൊടുക്കുകയാണ്. അപ്പം നമുക്ക് 2 പേർക്കുമുള്ള ഹൈറ്റിൻ്റെ അത്ര ശമ്പൂട്ടന് ഹൈറ്റ് ഇല്ല. അപ്പോൾ അവൻ ഈ വേലിക്ക് ഇപ്പുറമാണ് നിൽക്കുന്നത്. നമുക്ക് 2 പേർക്കും വേലിയുടെ മുകളിൽ കൂടെ മലരിങ്ങനെ എറിഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ശമ്പൂട്ടനെ സംബന്ധിച്ചിടത്തോളം അവൻ വേലിനെക്കാട്ടിലും ചെറുതാണ്. അപ്പോൾ അവനിങ്ങനെ കൈ വീശി കുറച്ച് ആയത്തിലാണ്, കുറച്ച് നമ്മൾ കൊടുക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഫോഴ്സിലാണ് പുറത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ കാണാം, കണ്ടോ? അപ്പോൾ ഓരോ മുള്ളുവേലിയുടെയും മുകളിൽ കണ്ടോ ഇങ്ങനെ കുന്തമുന പോലെ പൊങ്ങി നിൽക്കുന്ന ആ ഒരു സാധനം, അവൻ ഭയങ്കര കെയർലെസ് ആയിട്ട് അങ്ങനെ എറിഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് ആ കുന്തമന നമ്മുടെ കയ്യിലേക്ക് തറയ്ക്കാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. തറച്ച് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഞാൻ ഇവിടെ നിന്ന് നോക്കുകയാണ്. പിന്നെ എനിക്ക് ഇട്ട് കൊടുക്കാനുള്ള ഒരു ക്ഷമയൊന്നും ഉണ്ടായില്ല. കണ്ടോ, അവരിങ്ങനെ ഇട്ട് കൊടുക്കുമ്പം അത് അവൻ ചാടിയിട്ടും അവൻ ആ ഒരു ഇതിലങ്ങനെ ഇട്ട് കൊടുക്കല്ലേ. അപ്പം എനിക്കൊരു പേടിയായിട്ട് ഞാനിങ്ങനെ പറയുകയാണ് പ്രജോട്, വേഗം കഴിഞ്ഞിട്ട് വേഗം കൊടുക്കുക, നമുക്ക് നീങ്ങാൻ ഇവിടെ നിന്ന്. പക്ഷേ അവനത് ഓരോന്നും ഇങ്ങനെ കൊടുക്കണം. കണ്ടോ, ഇങ്ങനെ കൊടുക്കുമ്പം അത് കൊള്ളുമോ എന്നുള്ളൊരു പേടിയാണ് എനിക്ക്. അപ്പം ഞാൻ ഇങ്ങനെ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്, സേഫായിട്ടെല്ലാം ചെയ്യണം. ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾക്ക് എനിക്ക് ഭയങ്കര ടെൻഷനാണ്. കാരണം അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിങ്ങനെ വഴി കൂടെ ഒക്കെ നടക്കുമ്പോഴേ എന്നോട് എൻ്റെ ചിറ്റപ്പൻ ഇങ്ങനെ പറയലുണ്ട്, കുഞ്ഞുങ്ങളെ നമ്മൾ റോഡിലൂടെ നടത്തുമ്പം റോഡിൻ്റെ വണ്ടി വരുന്ന സൈഡിൽ നമ്മൾ ഫുട്പാത്തിൽ വരുമ്പോൾ നമ്മളായിരിക്കണം ഈ സൈഡിൽ. പക്ഷേ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഞാൻ കഴിഞ്ഞ ലീവിൻ്റെ വീഡിയോയിൽ ഉൾപ്പെടെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്, റോഡ് സൈഡിൽ കുഞ്ഞുങ്ങളെ നിർത്തരുത്. അവരിങ്ങനെ കൈയൊന്ന് വീശിയേ അല്ലെങ്കിൽ ഒന്ന് ചാടുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫേറ്റലാണ്. നമുക്ക് പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളപ്പം കുറച്ച് എക്സ്ട്രാ പ്രിക്കോഷൻ എടുക്കണം. കുഞ്ഞുങ്ങളെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും ചെറിയൊരു അശ്രദ്ധ മതി നമുക്ക് നഷ്ടങ്ങൾ ഒരുപാട് സംഭവിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ ചേഞ്ച് ചെയ്തിട്ട് വന്നു. നമുക്കവിടെ പാൻറ്റും ഷർട്ടും ഒന്നും അലൗഡ് അല്ലല്ലോ. അപ്പോൾ നമ്മൾ മുണ്ടൊക്കെ നമുക്ക് അറിയാമല്ലോ, എല്ലാ കാര്യങ്ങളും അറിയാം, വന്നിട്ടില്ലാന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ മുണ്ടൊക്കെ ചേഞ്ച് ചെയ്തു. പ്രജി മുണ്ടൊക്കെ ചേഞ്ച് ചെയ്തു. ഞാൻ സാരിയാണ് അതുകൊണ്ട് ഉടുത്തത്. അപ്പം നമുക്ക് ടെൻഷനൊന്നുമില്ല. മൊബൈലൊക്കെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം അവിടെ സൈഡിൽ നമുക്ക് അവിടെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് തൊഴുതിട്ട് വരാം. ഞാനാണെങ്കിൽ പ്രതീക്ഷിച്ച ഈ ഒരു ഗോപുരം കാണുന്നതിനെക്കാട്ടിലൊക്കെ ഉണ്ട് അകത്ത് കാണാനായിട്ട്. അകത്തെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ വേറെയാണ്. അവിടുത്തെ തൂണുകളോ അവിടുത്തെ വിഗ്രഹമോ അവിടുത്തെ എന്തൊക്കെയാണെങ്കിലും നമ്മൾ പറഞ്ഞു കേട്ടതുപോലേ അല്ല. എനിക്ക് ഭയങ്കര ഇമാജിൻ ചെയ്യുന്നതിനെക്കാട്ടിലും ഒത്തിരി വലുതാണ് അകത്തെ ലോകം എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് സമാധാനപരമായി തൊഴുത്. കാരണം നമ്മൾ 8 മണിക്ക് ഇവിടെ വന്നെങ്കിൽ ഒരു 10-10:30 വരെ ഞങ്ങൾക്ക് സമയമുണ്ട്. അങ്ങനെ വലിയ പറയത്തക്ക ക്യൂ ഒന്നും ഇല്ലായിരുന്നു. സമാധാനപരമായിട്ട് ഇവിടെയും തൊഴുത് വന്നു. ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും ശമ്പൂട്ടന് ഭയങ്കരമായിട്ട് ദാഹിച്ചു. അപ്പോൾ അവിടെ ജ്യൂസൊക്കെ കൊടുക്കുന്ന കടയിൽ നോക്കിയപ്പോൾ അവിടെ ജ്യൂസൊന്നും ഇല്ല, ബുദ്ധിമുട്ടാണ്. അപ്പം പെട്ടെന്ന് അവിടെ ഒരു ഐസ്ക്രീമിൻ്റെ കട കണ്ടു. അവൻ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുത്തു. ഞാനൊരു ലസ്സി കഴിച്ചു, പ്രജി ഒരു കോൾഡ് കോഫി കഴിച്ചു. അങ്ങനെ അപ്പോൾ അവിടെ കിട്ടാവുന്നതിൽ വെച്ചിട്ട് എന്താണോ പറ്റുന്നതെന്ന് വെച്ചാൽ അത് അവിടെ നിന്ന് ഇങ്ങനെ മേടിച്ച് കഴിച്ചു കേട്ടോ. അതിനുശേഷം നമ്മൾ അവിടുത്തെ കടകളിലൊക്കെ കയറിപ്പോയി നോക്കി എന്തെങ്കിലും സാധനം മേടിക്കാൻ പറ്റുന്ന രീതിയിലുണ്ടോയെന്നേ. അത് കഴിഞ്ഞ് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ മേടിച്ചതിന് ശേഷം നമുക്ക് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റൂടെ കഴിച്ച് കഴിഞ്ഞാലാണ് നമ്മൾക്ക് എന്തിനാണോ വന്നത് ആ ഒരു കാര്യത്തിന് പോകാൻ പറ്റുള്ളൂ. കാരണം അവിടെ എത്ര സമയം എടുക്കുമെന്ന് അറിയില്ല. അപ്പം നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ജസ്റ്റ് ഫ്രണ്ടിലുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അവിടെ ഉണ്ടായിരുന്നത് മസാല ദോശ, ഗീ റോസ്റ്റൊക്കെയാണ്. അപ്പം നമ്മൾ മസാല ദോശ മേടിച്ചാൽ എന്തായാലും കഴിക്കില്ല. അപ്പോൾ ശമ്പൂട്ടിന് മസാല ദോശ വേണമെന്ന് പറഞ്ഞിട്ട് അതും മേടിച്ചു. നമ്മൾ ഗീ റോസ്റ്റ് മേടിച്ചു. എന്നിട്ട് അവസാനം അതെല്ലാം കളഞ്ഞിട്ട് വന്നു. കാരണം എന്താ വെച്ചാൽ കഴിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര നെയ്യിലിങ്ങനെ നെയ്യോ ഓയിലൊക്കെ കുളിപ്പിച്ചിട്ട് അങ്ങനെ ഒരു സാധനം. ഇങ്ങനെ നമ്മൾ ദോശ മുറിക്കുമ്പോഴത്തേക്ക് കയ്യിലെല്ലാം ഇങ്ങനെ എണ്ണ പറ്റിയിട്ട് അങ്ങനെയാവുന്നു. അപ്പോൾ വളരെ കുറച്ച്, ഞാനൊരു ഗീ റോസ്റ്റാണ് മേടിച്ചത്, പക്ഷെ അതും കഴിക്കാൻ പറ്റിയിരുന്നുണ്ടായിരുന്നില്ല. പിന്നെ മേടിച്ചത് ഉഴുന്നുവടയാണ്. ഉഴുന്നുവടയും ഇങ്ങനെ മരം പോലെ ഇങ്ങനെ ഭയങ്കര കട്ടിയായിട്ട്. കാരണം ശമ്പൂട്ടിന് ഇഷ്ടപ്പെട്ട വളരെ കുറച്ച് സ്നാക്കുകളിൽ ഒന്നാണ് ഉഴുന്നുവട. പക്ഷേ അതും അവനും കഴിക്കാൻ പറ്റിയില്ല. അങ്ങനെ കുറച്ച് ഭക്ഷണം വേസ്റ്റ് ആക്കേണ്ടി വന്നു. ഞാൻ പൊതുവേ ഭക്ഷണം വേസ്റ്റ് ആക്കാത്ത ഒരാളാണ്, പക്ഷേ ഇപ്പം ഭയങ്കരമായിട്ട് വേസ്റ്റ് ആക്കിയിട്ട് വന്നു. നമ്മൾ കഴിക്കാൻ പറ്റിയില്ല. അതിനുശേഷം നമ്മൾ റൂം ചെക്കൗട്ട് ചെയ്യുകയാണ്. അപ്പോൾ വന്നപ്പോൾ റൂമൊന്നും കാണിച്ചില്ലല്ലോ, സിമ്പിൾ ഒരു റൂമാണ് എടുത്തത്. ജസ്റ്റ് നമ്മുടെ ഒരു നൈറ്റ് സ്പെൻഡിന് വേണ്ടി മാത്രമല്ലേ, അല്ലാതെ നമ്മൾ അധികം ഇവിടെ നിൽക്കുന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചേഞ്ച് ചെയ്തു, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, എൻ്റെ ഫയലും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു. ബാക്കി സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വണ്ടിയിൽ വെച്ചു. അപ്പം ഞാൻ എന്തിനാണ് പോകുന്നതെന്നറിയോ? എൻ്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഞാനൊരു നേഴ്സാണ്. അപ്പോൾ എനിക്ക്
കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളാണ് ഞാൻ ജോലിക്ക് പോയിട്ടുള്ളൂ. മോനെ കൺസീവ് ആയതിനു ശേഷം ഞാൻ പോയിട്ടില്ല. അപ്പം ഏകദേശം മോനിപ്പോൾ 7 വയസ്സായി. അപ്പം ഈ 7 വർഷം എനിക്കൊരു കരിയർ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പം ആ സമയത്ത് എനിക്കുണ്ടായിരുന്നത് ഡൽഹി രജിസ്ട്രേഷനാണ്. ഞാൻ ഇതുവരെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പം ആൻഡമാനിലായിരുന്നു നമ്മൾ ഇത്രയും നാൾ ജീവിച്ചതെന്നുള്ളത് കൊണ്ട് എനിക്ക് ഇതുവരെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുമില്ല. അപ്പം ഒരു ഗ്യാപ്പ് വന്നതുകൊണ്ട് അതിനി എങ്ങനെ സോൾവ് ആക്കാം. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓൺലൈനിലൊക്കെ നോക്കുമ്പോൾ പല 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 കാര്യങ്ങളാണ് കാണുന്നത്. അതിലും ഭേദം നമുക്ക് ഡയറക്റ്റ് അവിടെ പോയി അവരെ കണ്ട് എന്താണോ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാം. കാരണം എനിക്ക് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യണം, എന്നാലാണ് എനിക്ക് കേരളത്തിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരു 7 വർഷത്തെ കരിയർ ഗ്യാപ്പിന് ശേഷം നമുക്ക് ആ രജിസ്ട്രേഷൻ ഒന്ന് ചെയ്യാം. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു 2021 വരെയുള്ള രജിസ്ട്രേഷൻ ഓൾറെഡി ഡൽഹിയിൽ നിന്നുണ്ട്. അപ്പോൾ ബാക്കി ഒരു 5 വർഷത്തെ ഗ്യാപ്പ് എനിക്ക് വന്നിട്ടുണ്ട് രജിസ്ട്രേഷൻ ഇല്ലാതെ. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ക്ലിയർ ചെയ്ത് എനിക്ക് എങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യാം എന്നുള്ളതൊക്കെ KNCയിൽ പോയി അന്വേഷിച്ച് അതിന് കാര്യങ്ങളെല്ലാം ചെയ്ത് അതിനെൻ്റെ പേപ്പേഴ്സും സർട്ടിഫിക്കറ്റ്സും എല്ലാം സബ്മിറ്റ് ചെയ്ത് അതിനുള്ള പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം നമ്മൾ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മീൻസ് എല്ലാ ലീവും വീട്ടിൽ പോയി വീട്ടുകാരോടൊപ്പം ഇങ്ങനെ ഇരുന്ന് അങ്ങനെ പോകുമ്പം അറ്റ് ലാസ്റ്റ് ഒരു മൊമെന്റിൽ ഇപ്പം ശംഭു ആണെങ്കിലും ചോദിക്കും, അമ്മ എന്തുകൊണ്ട് ജോലിക്ക് പോയില്ല, എൻ്റെ കുഴപ്പമല്ലല്ലോ എന്ന് പറഞ്ഞാൽ എനിക്ക് കൈ മലർത്താനേ പറ്റുള്ളൂ. നമ്മൾ ഇപ്പം കുഞ്ഞിന് വേണ്ടി എന്ന് പറഞ്ഞ് ഡെഡിക്കേറ്റ് ചെയ്ത് കളയുന്ന സമയങ്ങളാണ് ഇതൊക്കെ അല്ലേ. അപ്പോൾ വളർന്ന് വലുതാകുമ്പം അവനും എന്നോട് തിരിച്ച് ചോദിക്കും. അപ്പം ഞങ്ങളുടെ രണ്ടുപേരുടെയും ജോലി വെച്ചിട്ട് എനിക്കിപ്പോൾ ജോലിക്ക് പോകാൻ പറ്റില്ല. കാരണം ഞങ്ങളിപ്പം ഒറ്റയ്ക്ക് ജീവിക്കുന്നവരാണ്. അപ്പം എനിക്ക് ഒരു നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു നൈറ്റ് ഡ്യൂട്ടി ഒക്കെ വരുന്ന ഒരു ജോലിയാണ്. അപ്പം നൈറ്റിൽ പ്രജയുടെ ജോലിയും നൈറ്റ് ഡ്യൂട്ടി വരുന്നതാണ്. അപ്പം രണ്ടുപേർക്കും കൂടെ നൈറ്റ് ഡ്യൂട്ടി വന്നാൽ അവിടെ കുഞ്ഞ് സഫർ ചെയ്യും, പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്ര നാൾ പോവാതിരുന്നതൊക്കെ കേട്ടോ. അപ്പോൾ ഇപ്പം നാട്ടിലല്ലേ, എന്തെങ്കിലുമൊക്കെ നോക്കാമല്ലോ. അപ്പം നമ്മുടെ ടോക്കൺ നമ്പർ 15 10 ഇപ്പോൾ അവിടെ നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവരെ കയറി കണ്ടു, കാര്യങ്ങളെല്ലാം പറഞ്ഞ് എല്ലാം സബ്മിറ്റ് ചെയ്തിട്ട് വന്നു. പിന്നെ ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, പാളയമാണ്. നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയുടെ സമയത്തും അതല്ലെങ്കിൽ നമ്മുടെ കേരള സാർ 100% ലിറ്ററസി സാർ അത് പറഞ്ഞ ആ ഒരു വീഡിയോയിലൊക്കെ അതിൻ്റെ ശേഷമൊക്കെ തരംഗമായിരുന്നൊരു സ്ഥലമാണ് കേട്ടോ. അപ്പം കേരള സ്റ്റോറിക്ക് ശേഷം കുറച്ചും കൂടി ആൾക്കാർ അറിഞ്ഞൊരു സ്ഥലമാണ്. അപ്പം ഞങ്ങൾ അവിടെ ബ്ലോക്കിൽ പെട്ട് കിടക്കുകയാണ്. അതിനുശേഷം അതൊരു തിങ്കളാഴ്ചയായിരുന്നു, അതുകൊണ്ട് നമുക്ക് സൂവിലൊന്നും പോകാൻ പറ്റില്ല, തിങ്കളാഴ്ച സൂ ഒന്നും ഇല്ലല്ലോ. അങ്ങനെ അവിടുത്തെ അത്യാവശ്യം കാണേണ്ട സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി കണ്ടു. സെക്രട്ടേറിയറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു റൗണ്ട് അടിച്ച് നമ്മൾ കണ്ടിട്ട് നമ്മൾ ലഞ്ചിന് കയറിയത് രുചിയിടം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. സത്യം പറഞ്ഞാൽ നമുക്ക് ലഞ്ച് കഴിക്കാനുള്ള പ്ലാനേ ഇല്ലായിരുന്നേ. വയറൊക്കെ നിറഞ്ഞിരിക്കുക. മസാല ദോശ കഴിച്ചപ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു മട്ടിപ്പായിപ്പോയി. അതിനുശേഷം നമ്മുടെ ഈ പരിപാടിയെല്ലാം പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ഷേക്ക് കടയിൽ കയറിയിട്ട് ഒരു ഷാർജയൊക്കെ കുടിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വിശപ്പില്ല. പക്ഷേ ആ സ്ഥലത്തെത്തിയപ്പം എന്തായാലും കഴിച്ചേക്കാം, ഇനി ഇപ്പം നൈറ്റിൽ ഡിന്നറല്ലേ കഴിക്കുമെന്ന് കഴിച്ചിട്ട് ശംഭൂട്ടിനൊരു പൊറോട്ടയും പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും ഓരോ ബിരിയാണിയും പറഞ്ഞേ. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ബിരിയാണിയും കഴിക്കാൻ പറ്റിയില്ല. കാരണം ഇന്നലത്തെ തലവേദനയുടെ ഹാങ് ഓവർ ആണോ എന്നറിയില്ല. അത്യാവശ്യം ശംഭൂട്ടിനാണ് ബിരിയാണി കുറച്ചും കൂടെ കഴിച്ചത്. പ്രജി പറഞ്ഞത് ഒരു ക്വാർട്ടർ മന്തിയാണ്. പക്ഷേ ആ ക്വാർട്ടർ മന്തിയും കഴിക്കാൻ പറ്റിയില്ല. മീൻസ് നമ്മളെല്ലാവരും ഫുള്ളായിട്ടിരിക്കുക, പിന്നെ എന്തിനാ ഈ മേടിച്ചെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. അവിടെ എത്തിയപ്പോൾ എന്നാൽ എന്തായാലും ഒന്ന് കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. സത്യം പറഞ്ഞാൽ ഒരു ക്വാർട്ടർ മന്തി മേടിച്ചിട്ട് നമ്മൾ 3 പേരോടെ കഴിച്ചാൽ മതിയായിരുന്നു, വേസ്റ്റായിപ്പോയി. അപ്പോൾ അതിനുശേഷം നമ്മൾ കുറച്ചൊരു കടയിൽ കയറി കുറച്ച് ബേക്കറി സാധനങ്ങളും എല്ലാം മേടിച്ചിട്ട് നമ്മൾ പോകുന്നത് നമ്മുടെ ആർഷയുടെ വീട്ടിലേക്കാണ്. ആർഷയുടെ വീട് ട്രിവാൻഡ്രത്താണ്. നമ്മൾ ഇന്നലെ വരുമ്പോൾ തന്നെ പറഞ്ഞില്ലേ, നമ്മൾ ഏകദേശം അവൾക്ക് ജോലിക്ക് പോകുന്നത് കൊണ്ട് അവൾ ഏകദേശം ഒരു 4 മണി 4:30 ആവും വീട്ടിലെത്താനായിട്ട്. അപ്പം അങ്ങനെ അതുവരെ ഞങ്ങളൊന്ന് പുറത്ത് റെസ്റ്റ് എടുത്തതിന് ശേഷം അവൾ വന്നു എന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ വീട് ചോദിച്ചും പറഞ്ഞ് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ 4:30 ശേഷമാണല്ലോ എത്തുന്നത്. അപ്പോൾ ആർഷയുടെ മനസ്സിലെ പ്ലാൻ മൊത്തം ഞങ്ങൾ ഇന്ന് അവിടെ നിൽക്കുന്നു എന്നായിരുന്നു. പക്ഷെ ശരിക്കും ഞങ്ങളുടെ പ്ലാനും അവിടെ നിൽക്കാമെന്ന് തന്നെയായിരുന്നു. കാരണം എല്ലാവരും പറഞ്ഞ് പേടിപ്പിച്ചല്ലോ, ഇലക്ഷൻ്റെ ഇത് കാരണം ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും, നമുക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല, വണ്ടിയിൽ പോകണ്ട, അങ്ങനെ പറഞ്ഞ് നമ്മളെ പേടിപ്പിച്ചതുകൊണ്ട് നമ്മളിവിടെ നിൽക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഞങ്ങളുടെ ഇന്നത്തെ യാത്ര കണ്ടില്ലേ, എവിടെയും ഒരു ബ്ലോക്കിൽ പെട്ടില്ല. നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞ് നമുക്ക് പിന്നെയും സമയമുണ്ടായിരുന്നു. അങ്ങനെ വന്ന് വൈകുന്നേരമായി വീട്ടിലിരിക്കുമ്പോഴാണ് നമ്മൾ റിസൾട്ടൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വോട്ടെണ്ണൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയവും അവർ ജയിച്ച കാര്യങ്ങളും, മീൻസ് വോട്ടെണ്ണൽ നടന്നല്ല, ഏകദേശം പ്രഖ്യാപനം നടത്തി കഴിഞ്ഞ് ഇങ്ങനെ ന്യൂസൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ആർഷയുടെ വീട്ടിലെത്തുന്നത്. നമ്മൾ കാർവാറിൽ ഒരുമിച്ചുണ്ടായിരിക്കുമ്പോഴാണ് അവളുടെ ഈ സ്വപ്ന വീട്, അവൾ അത്രയും ആഗ്രഹിച്ച, ഗൂഗിൾ ചേട്ടനും ആഗ്രഹിച്ച് അവർ പണിത വീടാണ്.
അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നേരം സംസാരിച്ച് സമയം സ്പെൻഡ് ചെയ്ത് രാത്രിയായി. അപ്പോൾ ഡിന്നർ കഴിക്കും. അപ്പം എനിക്ക് ആർഷയുടെ അനിയത്തി ഡെലിവറി ഡേറ്റ് അടുത്തിരിക്കുകയാണ്, ഡ്യൂ ഡേറ്റ്. അപ്പം എനിക്ക് അവളെ പോയി കാണണമെന്നുണ്ടായിരുന്നു. പക്ഷെ നോക്കൂ, ഈ മഴ കാരണം നമുക്ക് അനങ്ങാൻ പറ്റിയില്ല. പിന്നെ ആർഷയും കുറച്ച് തിരക്കാണ്, ഗോകുൽ ചേട്ടൻ, അങ്ങനെ എല്ലാവരും കുട്ടികൾ കളിക്കുന്ന ഒരു ഇതും എല്ലാം കൂടെ ആയി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം പ്രജിയും ഗോകുൽ ചേട്ടനോട് പോയിട്ട് കുറച്ച് ചായക്കടിയും കാര്യങ്ങളെല്ലാം വീണ്ടും മേടിച്ചിട്ട് വന്നു. അപ്പം സ്പെഷ്യൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഇന്നത്തെ അവിടുത്തെ ഡിന്നർ ഞാൻ അവിടെ നിന്നാണ് കഴിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ കഴിക്കാൻ പോവുകയാണ് രസവട. അപ്പോൾ ട്രിവാൻഡ്രം സൈഡിലെ ഒരു വലിയ ഒരു കോമ്പിനേഷൻ ആണല്ലോ നമ്മുടെ ദോശ, പപ്പടം, രസവട കോമ്പിനേഷനൊക്കെ. ആ ആ ആ പാവം എൻ്റെ ആർഷ എനിക്ക് വേണ്ടി റൂമെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചു, ഫുഡെല്ലാം റെഡിയാക്കി, ഡ്രസ്സൊക്കെ മാറുക, നീ കുളിച്ചാൽ നിൻ്റെ തല വേദന മാറും, നീ ഒന്ന് ഫ്രഷ് ആവാന്നൊക്കെ പറഞ്ഞ് എൻ്റെ പുറകെ നടന്നു. പക്ഷെ നമുക്ക് ഇന്ന് അവിടെ നിൽക്കണ്ട, നമുക്ക് ഇതുപോലെ തന്നെ അത്യാവശ്യമുള്ള പല കാര്യങ്ങളില്ലേ. നാട്ടിൽ അമ്മമ്മ കുറച്ച് സുഖമില്ലാണ്ടിരിക്കുകയായിരുന്നു, അപ്പോൾ നമുക്ക് അങ്ങോട്ടും കൂടെ എത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ പെരും മഴയാണ്. അപ്പോൾ ഞങ്ങളൊരു ഡബിൾ മൈൻഡിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 11 മണിയായി രാത്രിയിൽ. അപ്പോൾ നമ്മൾ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. നമ്മൾ ഭയങ്കര സ്ലോ ആണ്, കുട്ടികളാണെങ്കിൽ കളിയാണ്. ആ സമയത്താണ് ഈ കാന്താരി പെണ്ണ് എൻ്റെ ഫോൺ എടുത്ത് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. നല്ല രസമല്ലേ? അപ്പോൾ അവള് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ, ഈ 2 ആൺപിള്ളേർക്ക് കൂടെയുള്ള കളികൾക്ക് ഇവൾക്ക് പറ്റുന്നില്ല. ഇവളുടെ കളികളാണെങ്കിൽ ഈ ആൺപിള്ളേർക്കും പറ്റുന്നില്ല. അവസാനം അങ്ങനെ അവർ സാറ്റ് കളിക്കുകയാണ്. അപ്പോൾ അവർ കുറേ നേരം കളിച്ചു. പിന്നെ ഗോകുൽ ചേട്ടൻ മഴയൊക്കെ നനഞ്ഞ് വന്നൊന്ന് റിലാക്സ് ചെയ്യുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ ഡിന്നർ കഴിച്ചിട്ട് നമ്മൾ പിരിയാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവൾ എന്നോട് പറയുകയാണ്, ഭയങ്കര പറ്റീരായിപ്പോയി നീ ചെയ്തത്, നീ ഇവിടെ നിൽക്കാൻ വയ്യേ, നാളെ രാവിലെ പൊയ്ക്കോ, അല്ലെങ്കിൽ വെളുപ്പിന് 4 മണിയാകുമ്പോൾ പൊയ്ക്കോ എന്നൊക്കെ. ഇപ്പം തന്നെ 11 മണിയായി, ഇനിയിപ്പോൾ 4 മണിയാകുമ്പോൾ പോവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാരണം നമുക്ക് കണ്ണൂർ എത്തണമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും പറഞ്ഞ് നമ്മൾ ഡിന്നർ റെഡിയാക്കി. ഒരു 2-3 തരം ചമ്മന്തി ഉണ്ട്, അതേപോലെ ഓംലെറ്റ് ഉണ്ട്, ദോശയുണ്ട്, പപ്പടമുണ്ട്, പിന്നെ രസവടയുണ്ട്. ഗോകുൽ ചേട്ടൻ പെട്ടെന്ന് പോയി മേടിച്ചിട്ട് വന്നതാണ് കേട്ടോ. ദോശ ബാക്കിയെല്ലാം അവൾ ഉണ്ടാക്കിയതാണ്, രസവട മാത്രം മേടിച്ചതാണ്. അങ്ങനെ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു കോമ്പിനേഷൻ ആണ്. പക്ഷേ എനിക്കറിയത്തില്ല എല്ലാവർക്കും എത്രത്തോളം ഇഷ്ടപ്പെടുന്നു. ഞാനൊരു ഫുഡിയാണ്, കാരണം എന്ത് ഫുഡ് കഴിച്ചാലും എനിക്ക് ഒരുവിധം ഇഷ്ടപ്പെടും. അപ്പോൾ അവളിങ്ങനെ പറഞ്ഞു തരാണ്, നീ പപ്പടവും രസവടയും ദോശയും എല്ലാം കൂടെ കൂട്ടി കുഴച്ചിട്ട് അങ്ങനെ ഒരുമിച്ച് കഴിക്കുമെന്ന്. അപ്പോൾ ഞങ്ങളുടെ നല്ല കുറച്ച് സമയം, എനിക്ക് ആദ്യമായിട്ട് ആർഷയുടെ വീട്ടിൽ പോകുമ്പോൾ ഇങ്ങനെയൊന്നും അല്ല ഞാൻ എടുക്കാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ എന്തായാലും നമ്മൾ ഒരിക്കൽ കൂടി വരും. അപ്പോൾ ബാക്കി കാണാം. ഞാൻ വരാടാ എന്റെ മുത്ത്. ഓരോ സ്ഥലം കഴിയുമ്പോൾ അടുത്ത ഇതെടുക്കും പോലെ വിഷ്ണു സാറിനെ വിളിച്ചു വേണമെങ്കിൽ പറഞ്ഞേക്കാം. അപ്പുറത്തെ ഏരിയ കഴിഞ്ഞാൽ വിഷ്ണു സാർ എടുത്തോളൂ. ഇതെപ്പോഴെങ്കിലും വരുവേ. ബൈ ബൈ, താങ്ക് യു. ഇനി വരുമ്പോ നിക്കാം. അപ്പം ഞങ്ങൾ അവിടുന്ന് പോരുന്നിട്ട് രാത്രി 1 മണിയായപ്പോൾ വീട്ടിലെത്തി. ഇനിയുള്ള ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ കാണാം. ഓക്കെ.